സ്നേഹമുള്ളവരെ, ഏവർക്കും ഹൃദയപൂർവ്വം സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും നേരുന്നു. നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശത്തിൽ കടന്നു വന്നിട്ട് 78 വർഷങ്ങൾ പൂർണ്ണമാവുകയാണ്. സന്തോഷിക്കാൻ നമുക്ക് ഏറെയുണ്ടല്ലോ. 1947 ജവഹർലാൽ നെഹ്റു ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യത്തെ ആഘോഷിച്ചു. ആ ദിവസം അംബേദ്കർ അനുസ്മരിച്ചത് പ്രകാരമാണ് നമുക്ക് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ സാമൂഹികമായിട്ടും സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും ഇനിയും സ്വാതന്ത്ര്യം നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന്. 78 വർഷങ്ങൾ പൂർണ്ണമാകുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ചിന്ത ഇതാണ്: നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആ എക്കണോമിക്കലായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സമത്വത്തിലേക്ക് എല്ലാ മനുഷ്യരെയും ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ സാമൂഹികമായിട്ടുള്ള ജാതി വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു സാമൂഹിക സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന്. അടുത്തിടെയാണല്ലോ 2 ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഛത്തീസ്ഗഡിൽ മത പ്രചരിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുവാനും ജയിൽ അടയ്ക്കുവാനും ഇടവന്നത്. തീർച്ചയാണ് ഇന്നും മനുഷ്യർക്ക് മതേതരത്വവും അതോടൊപ്പം തന്നെ മതസ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്ന ഇന്ത്യ നാം നേരിൽ കാണുകയാണിവിടെ. ഈ അവസരത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായും ചെയ്യാനുള്ളത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ നാടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ സാമൂഹികവും ധനപരവുമായുള്ള ഇക്വാലിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധരാകുക എന്നുള്ളതാണ്. അതിന് എന്തു നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഓരോരുത്തർക്കും വ്യക്തിപരമായി ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മുടെ വോട്ടായിട്ടായിരിക്കും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളായിരിക്കും നിർവഹിച്ചുകൊണ്ട് എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യം കൈവരിക്കുവാനായിട്ട് നമ്മുടെ നാടിന് ഇടയാകട്ടെ എന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രത്യേകമായി ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെതായ ആശംസകൾ ഹൃദയപൂർവ്വം ഞാൻ നേരുന്നു.